ഗുഡ് മോർണിംഗ്. ഇന്ന് വേഴ്സ്റ്റ് കേസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബൗണ്ടറി വാല്യൂ അനാലിസിസ് അതുപോലെ തന്നെ അതിൻ്റെ റോബസ്റ്റ്നെസ് ടെസ്റ്റിങ്ങും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ബൗണ്ടറി വാല്യൂ അനാലിസിസിലൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ വാല്യൂ എക്സ്ട്രീം ആയി പോയി കഴിഞ്ഞാലുള്ള അങ്ങനെ ആ ടൈമിൽ വരുന്ന എറേഴ്സ്. ഇപ്പം നമ്മൾ ഫോർ ലൂപ്പിൻ്റെ ലിമിറ്റ് 1 to 100 ആണ് കൊടുക്കുന്നതെങ്കിൽ 100 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിംഗിൾ വാല്യൂസിൻ്റെ എക്സീഡ് ചെയ്യുന്ന സമയത്തുള്ള എറേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ വേസ്റ്റ് കേസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് മോർ ദാൻ വൺ വേരിയബിൾസ് അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സ്. ഇപ്പം നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തെ സിഗ്നലിൻ്റെ ഏതെങ്കിലും രണ്ട് സിഗ്നലിന് എന്ത് വരുന്നു, ഹൈ വാല്യൂസ് വരുന്നു. അങ്ങനെയുള്ള സമയത്ത് ആ സർക്യൂട്ടിന് എന്ത് സംഭവിക്കും? അങ്ങനെ ആ ഒരു ടെസ്റ്റിങ്ങിനെയാണ് വേസ്റ്റ് കേസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസിനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റിംഗ് ആണ്. ഇതിന് കൂടുതൽ ടെസ്റ്റ് കേസസ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ ബൗണ്ടറി വാല്യൂ അനാലിസിസിനൊക്കെ വേരിയബിൾസ് ആണെങ്കിൽ 4n+1 ടെസ്റ്റ് കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇൻ വേഴ്സ്റ്റ് കേസ് ടെസ്റ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ n വേരിയബിൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 5n ആണ് ടെസ്റ്റ് കേസസ് വരുന്നത്. അപ്പോൾ അത്രയും ടെസ്റ്റ് കേസസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഓരോ ടെസ്റ്റ് കേസിനും എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വേരിയബിൾസിന് തന്നെ 25 ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം 5n എന്ന് പറഞ്ഞാൽ 5:2 25. അപ്പോൾ നേരെ നമ്മൾ ബൗണ്ടറി വാല്യൂ അനാലിസിൻ്റെ കേസിലാണ് വരുന്നതെങ്കിൽ 4×2 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ടെസ്റ്റ് കേസസ് മാത്രമേ ബൗണ്ടറി വാല്യൂ അനാലിസിൻ്റെ കേസിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വേഴ്സ്റ്റ് കേസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ വാല്യൂസും വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ 3 വരുന്ന സമയത്ത് 5:3 ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും ടെസ്റ്റ് കേസസ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് മോർ ദാൻ 2 വേരിയബിൾസ് അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് വരുന്ന സമയത്ത്, ആ സമയത്താണ് എന്ത് വരുന്നത്, മോർ ദാൻ 2 അല്ല മോർ ദാൻ 1 ആണ്. അതിനെയാണ് വേഴ്സ്റ്റ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് വേഴ്സ്റ്റ് കേസാണ്, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സിസ്റ്റത്തിന് സംഭവിക്കുക, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ടെസ്റ്റ് കേസ് വാല്യൂസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1 നോക്കുക, ടെസ്റ്റ് കേസ് നമ്പർ 1 മുതൽ 25 വരെയുള്ള ടെസ്റ്റ് കേസസ് ഉണ്ട്. 2 വേരിയബിൾസ് ഉള്ളത്, എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾസ്. അപ്പോൾ നേരത്തെ നമ്മൾ ബൗണ്ടറി വാല്യൂ അനാലിസിസിലൊക്കെ എടുത്തിരിക്കുന്ന ആ സെയിം വാല്യൂ ആണ്. 100 to 300 റേഞ്ചിലുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. 100 to 300 ആണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ വൈയും 100 to 300 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കോമ്പിനേഷൻ വാല്യൂസ് വരുന്ന സമയത്തുള്ള നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 100 ഉണ്ട്. അതുപോലെ തന്നെ 100 101 100 200 100 299 100 300 100ൻ്റെ കോമ്പിനേഷൻസ് അവിടെ തീർന്നു. ദെൻ 101 വെച്ചിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും, അതുപോലെ തന്നെ 100 അത് കഴിഞ്ഞിട്ടാകുമ്പോൾ 200 വെച്ചിട്ടുള്ള എല്ലാ കോമ്പിനേഷൻ, ദെൻ 299 വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ്, ദെൻ 300 വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ്. അങ്ങനെയാണ് 25 ടെസ്റ്റ് കേസസ് വരുന്നത്. നെക്സ്റ്റ് ടെസ്റ്റിംഗ് മെത്തേഡാണ് ഇക്വാലൻസ് ക്ലാസ് ടെസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബൗണ്ടറി വാല്യൂ, റോബസ്റ്റ്നെസ്, ഇക്വാലൻസ് ഒക്കെ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കുന്ന ടെസ്റ്റിംഗ് ആണ്. ഇപ്പം ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് റോബസ്റ്റ്നെസ് ടെസ്റ്റിംഗ്, അതൊക്കെ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കുന്നതാണ്. ആൻഡ് ഇൻ കേസ് വാട്ട് ആർ ദ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റിംഗ് ഒക്കെ 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുക്കേണ്ടി വരും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇക്വാലൻസ് ക്ലാസ് ടെസ്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് വാല്യൂസിനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇക്വാലൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ക്യാരക്ടറുള്ള വേരിയബിൾസിനൊക്കെ എന്ത് ചെയ്യാം, ഒരു ക്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 1 to 10 വരെയുള്ള വേരിയബിൾസ് ഒരു ക്ലാസ്സിൽ, അതുപോലെ തന്നെ 11 to 20 വരെയുള്ള വേരിയബിൾസ് നെക്സ്റ്റ് ക്ലാസ്സിൽ, അങ്ങനെ സിമിലർ ആയിട്ടുള്ള കുറച്ച് വേരിയബിൾസിനെ ഓരോ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അന്നേരത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വേരിയബിളിനെ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു ക്ലാസ്സിന് ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ ക്ലാസ്സിലുള്ള വേരിയബിൾസൊക്കെ ഏകദേശം ഈക്വൽ ക്യാരക്ടേഴ്സ് ഉള്ള വേരിയബിൾസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇക്വാലൻസ് ക്ലാസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷുവറായിട്ടും അങ്ങനെ വരണമെന്നൊന്നുമില്ല. നമ്മൾ ഒരു അസംഷനാണ്, സിമിലർ ക്യാരക്ടേഴ്സ് ആകുമ്പം സിമിലർ ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് ആണ് വരിക എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ
2 steps are required to implementing this method. 2 steps ആണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇക്വാലൻസ് ക്ലാസ് ആർ ഐഡന്റിഫൈഡ് ബൈ ടേക്കിംഗ് ഈച്ച് ഇൻപുട്ട് കണ്ടീഷൻ ആൻഡ് പാർട്ടീഷനിങ് ഇറ്റ് ഇൻ ടു വാലിഡ് ആൻഡ് ഇൻവാലിഡ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ക്ലാസ് ഇൻവാലിഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻപുട്ട് കണ്ടീഷൻസും നോക്കും. അതിൻ്റെ അകത്ത് വാലിഡ് ആയിട്ടുള്ളതൊക്കെ വാലിഡ് ക്ലാസ്സിൽ വെക്കും, അതുപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ളതൊക്കെ ഇൻവാലിഡ് ക്ലാസ്സിൽ വെക്കും. ഫോർ എക്സാമ്പിൾ നോക്കാം. If an input condition specifies a range of value from 1 to 999, we identify one valid equivalence class item 1 less than item less than 999. അതായത് നമുക്ക് വാലിഡ് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സപ്പോസ് നമ്മളൊരു ഫോർ ലൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഫോർ ലൂപ്പ് റേഞ്ചസ് ഫ്രം ഫോർ ഐ ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ 100 ഐ ലെസ് ദാൻ 1000. അതാണ് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ വാല്യൂസ് എന്ന് വിചാരിക്കും. അപ്പോൾ ഫോർ ലൂപ്പ് എത്ര വാല്യൂ വരെ ആക്സസ് ചെയ്യും? 1 മുതൽ 999 വരെയുള്ള വാല്യൂസ് ഫോർ ലൂപ്പ് ആക്സസ് ചെയ്യും. ആ 1നും 999നും ഇടയിലുള്ള എല്ലാ വാല്യൂസും എന്താണ്? വാലിഡ് ആണ്. അതല്ലാത്ത വാല്യൂസ് ഇപ്പോൾ ഐറ്റം ഗ്രേറ്റർ ദാൻ 999 1000 മുതൽ ബാക്കിയുള്ള വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ 2 ക്ലാസ്സസ് ആയി നമുക്ക്. അപ്പോൾ ഒന്നിനേക്കാളും കുറഞ്ഞ വാല്യൂസും അതുപോലെ തന്നെ 999നേക്കാളും കൂടുതലുള്ള വാല്യൂസും എന്തിൻ്റെ അകത്ത് വരും? ഇൻവാലിഡ് ക്ലാസ്സിൻ്റെ അകത്ത് വരും. ഈ 1നും 999നും ഇടയിലുള്ള വാല്യൂസ് എന്ത് വരും? വാലിഡ് ക്ലാസ്സിൽ വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Generate test cases using equivalence classes identified in the previous step. നമ്മളിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? വാലിഡ് ക്ലാസ് ഇൻവാലിഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്യാം. This is performed by writing test cases covering all the valid equivalent classes. Then a test case is written for each invalid equivalent classes so that no test conditions more than one invalid class. This is to ensure that no two invalid classes mask each other. ഇവിടെ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് കേസസ് എഴുതുകയാണ് ചെയ്യുന്നത്. ഓൾ വാലിഡ് ഇക്വാലൻറ്റ് ക്ലാസ്സസ്, എല്ലാ വാലിഡ് ഇക്വാലൻറ്റ് ക്ലാസ്സസും, അതായത് നമ്മൾ വാലിഡ് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വാലിഡ് ആയിട്ടുള്ളതിൻ്റെ അകത്ത് വരുന്ന ഇൻപുട്ട് വാല്യൂസിനൊക്കെ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ടെസ്റ്റ് കേസസ് ആർ റിട്ടേൺ ഫോർ ഈച്ച് ഇൻവാലിഡ് ഇക്വാലൻറ്റ് ക്ലാസ്. അതിന് ഇൻവാലിഡ് ഇക്വാലൻറ്റ് ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കേസസും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ഇൻവാലിഡ് ക്ലാസ്, അതായത് മോർ ദാൻ വൺ ഇൻവാലിഡ് ക്ലാസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ വാലിഡ് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും ഇൻവാലിഡ് ആയിട്ടുള്ള കേസസ് വരുന്നുണ്ടോ നമുക്ക് ഇതുവഴി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇക്വാലൻസ് ക്ലാസ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. ഇവിടെ നോക്കുക, ഇൻപുട്ട് ഡൊമൈനെ എന്ത് ചെയ്തിട്ടുണ്ട്? വാലിഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. then ഈ വാലിഡ് ഇൻപുട്ട് ഇൻവാലിഡ് ഇൻപുട്ട് എന്ത് ചെയ്യും? സിസ്റ്റം അണ്ടർ ടെസ്റ്റ്, നമ്മൾ ഏത് സിസ്റ്റത്തിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കും. ദെൻ സം ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ എറർ മെസ്സേജോ സംതിങ് ലൈക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഇതൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. Most of the time, equivalence class testing defines classes of the input domain. However, equivalence class should also be defined for output domain. അതായത് ഇവിടെ ഇൻപുട്ട് ഡൊമൈനും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡൊമൈനും ഉണ്ട്. ഇൻപുട്ടിൽ എടുക്കുന്ന എല്ലാ വാല്യൂസും അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാല്യൂസും. ഹെൻസ് വി ഷുഡ് ഡിസൈൻ ഇക്വാലൻറ്റ് ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡൊമൈൻ. അപ്പോൾ ഇക്വാലൻറ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഇൻപുട്ട് ഡൊമൈനിൽ വാലിഡ് ആയിട്ടുള്ളതുകൊണ്ട് ഇൻവാലിഡ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ടിൻ്റെ അകത്തും വാലിഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് വരും, അതുപോലെ ഇൻവാലിഡ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് വരുന്ന ഇൻവാലിഡ് ഔട്ട്പുട്ട്സും ഉണ്ടാവും. അതാണ് പറയുന്നത്. നെക്സ്റ്റ് ടെസ്റ്റിംഗ് മെത്തേഡാണ് ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ്. Decision tables are useful for describing situations in which a number of combinations of actions are taken under varying sets of conditions. Decision tables have been used to represent and analyze complex logical relationships. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സം കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട സം ആക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം 3 വേരിയബിൾസിൻ്റെ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന, അതിൽ ഏറ്റവും ഗ്രേറ്റർ നമ്പർ ഏതാണെന്നൊക്കെ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് 3 കണ്ടീഷൻ ഉണ്ടാവും. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യും,
ദെൻ എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ബിനേക്കാളും ഗ്രേറ്ററും എ സിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന സമയത്ത് എന്താവും, എ ആണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് വരും. അങ്ങനെ നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നില്ലേ, അതുപോലെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ സം കണ്ടീഷൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ദെൻ ആ കണ്ടീഷൻസിൻ്റെ ട്രൂ വാല്യൂ ഫോൾസ് വാല്യൂ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ C1 C2 C3 എന്ന് പറഞ്ഞിട്ട് 3 കണ്ടീഷൻസ് ആണുള്ളത്. ഇവിടെ നോക്കുക, C1 ട്രൂ ആണെങ്കിൽ അതുപോലെ തന്നെ C1 ഫോൾസ് ആണെങ്കിൽ, അങ്ങനെ 2 സെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ C2ൻ്റെ കേസ് ഉണ്ട്. C2 ട്രൂ ആയിരിക്കുന്ന കേസ്, അതുപോലെ തന്നെ C2 ഫോൾസ് ആയിരിക്കുന്ന കേസ്. അതായത് C1 ട്രൂ ആയിരിക്കുമ്പോൾ C2 ട്രൂ ആവുന്ന കേസ്, അതുപോലെ തന്നെ C1 ട്രൂ ആയിരിക്കുമ്പോൾ C2 ഫോൾസ് ആവുന്ന കേസ്. ദെൻ C1 ഫോൾസ് ആയിരിക്കുന്ന സമയത്ത് അതുപോലെ എന്താവാം, C2 ട്രൂ ആവാം, C2 ഫോൾസ് ആവാം. അതുപോലെ തന്നെ വരുന്നതാണ് C3 C1 ട്രൂ, C2 ട്രൂ, C3 ട്രൂ. അങ്ങനെ 3 കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ എടുക്കേണ്ട ആക്ഷൻസ് അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആക്ഷൻ A1 A2 A3 A4 എന്ന് പറഞ്ഞിട്ട് 4 ആക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ C1ഉം C2ഉം C3യും ട്രൂ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, A1ഉം A2ഉം ഈ 2 ആക്ഷൻസും ക്യാരി ചെയ്യും, അതായത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇനി C1 ട്രൂ ആണ്, C2 ട്രൂ ആണ്, C3 ഫോൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, A1 മാത്രം ക്യാരി ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ ആ കണ്ടീഷൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, A3യും ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ C1 ട്രൂ ആണ്, C2 ട്രൂ ആണ്, C2 ഫോൾസ് ആണ്, ദെൻ C3 ട്രൂ ആണ്. അപ്പോൾ C1 ട്രൂ, C2 ഫോൾസ്, C3 ട്രൂ. ആ കണ്ടീഷനിലാണെങ്കിൽ A2 എന്ന് പറയുന്ന ആക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ C1 ട്രൂ, C2 ഫോൾസ്, C3 ഫോൾസ് ആണെങ്കിൽ A4 എന്ന് പറയുന്ന ആക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇൻറ്റു മാർക്ക് ചെയ്തിരിക്കുന്ന ആക്ഷൻസ് ആണ് ഓരോ കേസിലും വരുന്നത്. C1 ഫോൾസ്, C2 ട്രൂ, C3 ട്രൂ ആണെങ്കിൽ A1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ A3 എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ C1 ഫോൾസ്, C2 ട്രൂ, C3 ഫോൾസ് ആണെങ്കിൽ A2ഉം A4ഉം ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ C1 ഫോൾസ്, C2 ഫോൾസ്, C3 ഫോൾസ് ആയിരിക്കുന്ന കേസ്, C3 ട്രൂ ആണെങ്കിലും C3 ഫോൾസ് ആണെങ്കിലും രണ്ട് കേസിലും A4 എന്ന് പറയുന്ന ആക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കണ്ടീഷൻ വെച്ചിട്ടും ചെയ്യാം. നമുക്കിപ്പം ഇതിപ്പോൾ 3 കണ്ടീഷൻസ് മാത്രമുള്ളതാണ്. ഇനി എത്ര കണ്ടീഷൻസ് വരുവാണെങ്കിലും നമുക്ക് ഈ ഒരു ടാബുലാർ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഏത് ആക്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രയാങ്കിളിൻ്റെ കേസ് വെച്ചിട്ടുള്ളതാണ്. ട്രയാങ്കിളിൻ്റെ XYZ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോ, യെസ്, അങ്ങനെ 2 വാല്യൂസ് ആണ്. ഇപ്പോൾ ട്രൂ ഫോൾസ് എന്നുള്ള പോലെ ഇത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് XYZ ആർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അത് നോ ആവാം, യെസ് ആവാം. ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് XYZ എന്ന് പറയുന്നത് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണെങ്കിൽ X ഈക്വൽ ടു Y എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ആ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആണെങ്കിൽ, അതാണ് 2 കേസ് വരുന്നത്. അതുപോലെ തന്നെ X ഈക്വൽ ടു Z ആണെങ്കിൽ, അതുപോലെ തന്നെ Y ഈക്വൽ ടു Z ആണെങ്കിൽ, അതായത് X Yക്ക് ഈക്വൽ ആണ്, X Zന് ഈക്വൽ ആണ്, Y ഈക്വൽ ടു Z. അങ്ങനെ പറഞ്ഞാൽ എന്താ, 3 സൈഡ്സും ഈക്വൽ ആണ്. 3 സൈഡ്സും ഈക്വൽ ആയുള്ള ട്രയാങ്കിളിന് എന്താ പറയുക, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുക. അതുപോലെ അടുത്ത കണ്ടീഷൻ നോക്കുക, X ഈക്വൽ ടു Y ആണ്, അതുപോലെ തന്നെ X ഈക്വൽ ടു Z ആണ്. 2 സൈഡ്സ് ഈക്വൽ ആണ്. Y ഈക്വൽ ടു Z അല്ല, അതായത് മൂന്നാമത്തെ സൈഡ് ഈക്വൽ അല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അത് ഇമ്പോസിബിൾ കണ്ടീഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല. ഇനി അടുത്തത് നോക്കുക, X ഈക്വൽ ടു Y ആണ്, ദെൻ X ഈക്വൽ ടു Z അല്ല, Y ഈക്വൽ ടു Z ആണ്. അപ്പോൾ എന്തായി, X ഈക്വൽ ടു Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Xും Yയും ഈക്വൽ ആണ്, അതുപോലെ തന്നെ Yയും Zഉം ഈക്വൽ ആണ്. അപ്പോൾ 2 സൈഡ്സ് ഈക്വലായി, 2 സൈഡ്സ് ഈക്വലായി, മൂന്നാമത്തെ സൈഡ് ഈക്വൽ അല്ല. ഇങ്ങനൊരു കണ്ടീഷനും എക്സിസ്റ്റ് ചെയ്യില്ല, അതും ഇമ്പോസിബിൾ കണ്ടീഷനാണ്. അടുത്തത് നോക്കുക, X ഈക്വൽ ടു Y ആണ്, X ഈക്വൽ ടു Z അല്ല, അതുപോലെ തന്നെ Y ഈക്വൽ ടു Z അല്ല. അപ്പോൾ ഒരു വശം മറ്റൊരു വശത്തിന് ഈക്വൽ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ, ഐസോസെലസ്. 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ ഐസോസെലസ്. അപ്പോൾ അങ്ങനെ ഓരോ കണ്ടീഷൻസും ചെക്ക് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള ട്രയാങ്കിൾ ആണെന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിളാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റിങ്ങിന് വരുന്ന പേരാണ്
ഡിസിഷൻ ടേബിൾ ബേസ്ഡ് ടെസ്റ്റിംഗ്. ഇതും നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ചെറിയ ചെറിയ കണ്ടീഷൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കിങ്ങനെ ടാബുലാർ ബേസിൽ വരച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യാം.